ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ 2 പ്രോബ്ലംസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഫൈൻഡ് ദ ഹൈറ്റ്. ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദ ഹൈറ്റ് ഓഫ് 5 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6. 6ാം ക്ലാസ്സിൽ 5 കുട്ടികളുടെ ഉയരമാണ് തന്നിരിക്കുന്നത്. ബോക്സിൽ നെയിം, ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്, പേരും തന്നിട്ടുണ്ട്, ഉയരവും തന്നിട്ടുണ്ട് മീറ്ററിൽ. അനു 1.16 മീറ്റേഴ്സ്, Baby 1.27 meters, Fatima 1.06 meters, Saji 1.40 meters, Shamna 1.04 meters. First question, who is the tallest among the student? ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉയരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോക്സിൽ നോക്കുമ്പോൾ നമുക്കറിയാം സജി 1.40 meters. Next question, what is the height difference between the tallest and the shortest? ഏറ്റവും ഉയരം കൂടിയ കുട്ടിയും ഏറ്റവും ഉയരം കുറഞ്ഞ കുട്ടിയും തമ്മിലുള്ള ഉയര വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയത് സജി നമ്മൾ കണ്ടുപിടിച്ചു 1.40. ഏറ്റവും ഉയരം കുറഞ്ഞതോ 1.04 ഷംന. അപ്പോൾ 1.40 മൈനസ് 1.04, അപ്പോൾ ആൻസർ 0.36 meters. Next question, arrange the heights in ascending order. ഉയരം ആരോഹണ ക്രമത്തിൽ എഴുതാനാണ്, ചെറുതിൽ നിന്നും വലുതിലോട്ട്. അപ്പോൾ 1.04, 1.06, 1.16, 1.27, 1.40. Next question, the table given below shows the triangles made by Arush using matchsticks. തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് ആരുഷ് ഉണ്ടാക്കിയ ത്രികോണങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബോക്സിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ത്രികോണങ്ങളുടെ എണ്ണം, ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ത്രികോണങ്ങളുടെ എണ്ണം, പിന്നെ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് തീപ്പെട്ടി കമ്പുകളുടെ എണ്ണം. അപ്പോൾ ആദ്യം ഒരു ത്രികോണമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 1, നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് 3. 2 ത്രികോണത്തിൻ്റെ പടം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 2, നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് 5. അടുത്തതിൽ 3 ത്രികോണത്തിൻ്റെ പടം തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 3, നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് 7. അടുത്തത് 4 എണ്ണത്തിൻ്റെ പടം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 4. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എത്രയായിരിക്കും? നമ്മൾ നോക്കിയാൽ അറിയാം, നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ആദ്യം 3 ആയിരുന്നു, പിന്നെ 5 ആണ്. 2 കൂട്ടി 5 ആയി, 5നോട് കൂടി 2 കൂട്ടിയപ്പോൾ 7 ആയി. അപ്പോൾ അടുത്തത് 7ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 9. അല്ലെങ്കിൽ ആ ട്രയാങ്കിളിൽ എണ്ണി നോക്കിയാൽ മതി എത്ര മാച്ച് സ്റ്റിക്സ് ഉണ്ടെന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അടുത്ത പടം വരയ്ക്കുക. അതിൽ എത്ര മാച്ച് സ്റ്റിക്സ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയായിരിക്കും? 5. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് 11. 2 കൂട്ടിയാൽ മതി, 9ൻ്റെ കൂടെ 2 കൂട്ടിയാൽ മതി. അതാണ് ചോദിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, പട്ടിക പൂർത്തിയാക്കുക. അത് നിങ്ങൾ വരയ്ക്കുക. നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ആൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ത്രികോണങ്ങളുടെ എണ്ണവും തീപ്പെട്ടി കമ്പുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എഴുതുക. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയപ്പോൾ അറിയാം, ട്രയാങ്കിൾസിൻ്റെ എണ്ണം 1, 2, 3 അങ്ങനെ എഴുതുമ്പോൾ തീപ്പെട്ടി കമ്പുകളുടെ എണ്ണം 2 വെച്ചാണ് കൂടുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ട്രയാങ്കിൾസിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക, 1 കൂട്ടുക. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് കിട്ടും. ത്രികോണങ്ങളുടെ എണ്ണത്തിനോട് കൂടി 2 ഗുണിച്ചതിന് ശേഷം 1 കൂട്ടുമ്പോൾ നമുക്ക് എത്ര മാച്ച് സ്റ്റിക്സ് ഉണ്ടെന്ന് കിട്ടും. അതാണ് ആ ബന്ധം അല്ലെങ്കിൽ റിലേഷൻ. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻറ്റു 2 + 1 ഈക്വൽ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്. നോക്കിയാൽ അറിയാം. നമുക്ക് ലാസ്റ്റ് 1 നോക്കാം. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാണ്? 5 ആണ്. 5 × 2 10, 10 + 1 11. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് 11 എന്ന് കിട്ടി. കണ്ടില്ലേ? ഓക്കെ. അടുത്ത സി ആണ്. സി ക്വസ്റ്റ്യൻ, ഇൻ ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈസ് T, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ T എന്ന് കൊടുക്കുക, ആൻഡ് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ആസ് S, then write the relation using T and S. ത്രികോണങ്ങളുടെ എണ്ണത്തെ T എന്നും കമ്പുകളുടെ എണ്ണത്തെ S എന്നും സൂചിപ്പിച്ചാൽ ഈ ബന്ധം എങ്ങനെ എഴുതാം?
നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈക്വൽ എസ്, നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്സ് ഈക്വൽ ടി. അപ്പോൾ ആ റിലേഷൻ എങ്ങനെ എഴുതാം? ടി ഇൻറ്റു 2 + 1 ഈക്വൽ എസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഫൈൻഡ് ദ ആംഗിൾസ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. കോണുകൾ കണ്ടെത്താം. ചിത്രം നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാം. എ, റൈറ്റ് ദി ആംഗിൾ ഹാവിങ് ദ സെയിം മെഷർ ഓഫ് ആംഗിൾ എ ബി ഡി. കോൺ എ ബി ഡിക്ക് തുല്യ അളവുള്ള മറ്റൊരു കോൺ. അപ്പോൾ നമുക്ക് നോക്കാം ആംഗിൾ എ ബി ഡി. ആംഗിൾ എ ബി ഡി, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ എ ബി ഡിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതാണ്? ആംഗിൾ സി ബി എഫ്. കോൺ സി ബി എഫ് ആണ് അതേ അളവുള്ളത്. ആംഗിൾ എ ബി ഡി 55 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി ബി എഫും 55 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ ആംഗിൾ വിച്ച് ഈസ് ലീനിയർ പെയർ വിത്ത് ആംഗിൾ എ ബി ഡി. കോൺ എ ബി ഡിയുടെ രേഖീയ ജോഡിയായി വരുന്ന ഒരു കോൺ. ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ, രണ്ട് ആംഗിളുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ അത് ഒരേ ലൈനിൽ, സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന കോണുകളായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആൻസർ ഏതായിരിക്കും? സി ബി ഡി. ആംഗിൾ സി ബി ഡി ആണ് ലീനിയർ പെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ ഡി ബി സി, ആംഗിൾ സി ബി എഫ് ആൻഡ് ആംഗിൾ എ ബി ഇ. കോൺ ഡി ബി സി, കോൺ സി ബി എഫ്, കോൺ എ ബി ഇ എന്നീ കോണുകളുടെ അളവുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ഡി ബി സി എത്രയായിരിക്കും? ആംഗിൾ ഡി ബി സി എന്നും പറയാം, ആംഗിൾ സി ബി ഡി എന്നും പറയാം, ഒരു കാര്യം പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ അതിൻ്റെ അളവ് എത്രയായിരിക്കും? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ അളവുകൾ, ആംഗിളുകളുടെ അളവുകൾ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം, അതായത് ലീനിയർ പെയർ. അപ്പോൾ ആംഗിൾ എ ബി ഡി 55 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡി ബി സി എത്രയായിരിക്കും? 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി. അപ്പോൾ ആൻസർ 125 ഡിഗ്രി. ആംഗിൾ സി ബി എഫ് ഓപ്പോസിറ്റ് കിടക്കുന്നത് നമുക്കറിയാം 55 ഡിഗ്രിയാണ് അല്ലേ. അടുത്തത് ആംഗിൾ എ ബി ഇ എത്രയാണ്? അപ്പോൾ ആ ലൈൻ്റെ താഴെയുള്ള രണ്ട് ആംഗിളുകൾ നമുക്കറിയാം. ഒന്ന് 70 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, മറ്റത് നമ്മൾ കണ്ടുപിടിച്ചു 55 ഡിഗ്രിയാണ്. അപ്പോൾ അത് ടോട്ടൽ അതിലുള്ള മൂന്ന് ആംഗിളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ ആംഗിൾ എ ബി ഇ ഈക്വൽ 180 ഡിഗ്രി മൈനസ് ബ്രാക്കറ്റിൽ 70 + 55. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 125, അത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 55 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബാർ ഗ്രാഫൊക്കെ തന്നിട്ടുണ്ട് അല്ലേ, ബാർ ഡയഗ്രാമൊക്കെ തന്നിട്ടുണ്ട്. അതിൽ താഴെ ഹോക്കി, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നീ ഗെയിംസും സൈഡിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് വിച്ച് ഗെയിം ഈസ് ഈക്വലി ലൈക്ഡ് ബൈ ബോയ്സ് ആൻഡ് ഗേൾസ്. ഏത് ഗെയിമാണ്, ഏത് കളിയാണ് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ ആ ബാർ ഡയഗ്രാമിൽ നോക്കുമ്പോൾ അതിൽ ബ്ലാക്ക് കളറിലുള്ളത് ഗേൾസും വൈറ്റ് കളറിലുള്ള ബോക്സ് ബോയ്സിൻ്റെതുമാണ്. അപ്പോൾ ഈ ബോയ്സും ഗേൾസിൻ്റെയും ആ ബ്ലാക്കും വൈറ്റും അത് ഒരുപോലെ നിൽക്കുന്നത് ഏതാണ്? ഫസ്റ്റ് ഹോക്കിയാണ് അല്ലേ. ഹോക്കിയിൽ ബോയ്സും ഗേൾസും ഒരേ ലെവലിലാണ് ആ ബോക്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ആദ്യത്തെ ആൻസർ ഹോക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗേൾസ് ലൈക്ക് ബാഡ്മിൻ്റൺ. എത്ര പെൺകുട്ടികൾക്കാണ് ബാഡ്മിൻ്റൺ ഇഷ്ടമുള്ളത്? അപ്പോൾ ആ ബാഡ്മിൻ്റൻ്റെ അവിടെ നോക്കണം. അവിടെ ബ്ലാക്ക് കളറിലെ ബോക്സ് ഏത് നമ്പറിന് നേരെയാണ് വരുന്നത്? 50. അപ്പോൾ 50 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ബോയ്സ് ലൈക്ക് ഫുട്ബോൾ. എത്ര ആൺകുട്ടികളാണ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ബാറിലോട്ട് നോക്കുമ്പോൾ അതിൽ വൈറ്റ് കളറാണല്ലോ ബോയ്സ്. അപ്പം ബോയ്സ് ഏത് നമ്പറിന് നേരെയാണ് വരുന്നത്? 70. അപ്പോൾ 70 ബോയ്സിനാണ് ഇഷ്ടം. ആൻസർ 70. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മോർ ചിൽഡ്രൻ ലൈക്ക് ക്രിക്കറ്റ് ദാൻ ഹോക്കി. ഹോക്കി ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം? അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതുമ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ ലൈക്ക്
hockey equal 50, number of children like cricket equal 55. Number of children like cricket more than hockey equal 55 minus 50. അപ്പോൾ ആൻസർ 5. അപ്പോൾ ഹോക്കി ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം 50, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം 55, ഹോക്കിയെക്കാട്ടിലും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഈക്വൽ 55 മൈനസ് 50. അപ്പോൾ 5 കുട്ടികൾക്കാണ് ക്രിക്കറ്റ് കൂടുതൽ ഇഷ്ടം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബോയ്സ് ഏത് നമ്പറിന് നേരെയാണ് വരുന്നത്? 70. അപ്പോൾ 70 ബോയ്സിനാണ് ഇഷ്ടം. ആൻസർ 70. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മോർ ചിൽഡ്രൻ ലൈക്ക് ക്രിക്കറ്റ് ദാൻ ഹോക്കി? ഹോക്കി ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം? അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതുമ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ ലൈക്ക് hockey equal 50, number of children like cricket equal 55. Number of children like cricket more than hockey equal 55 minus 50. അപ്പോൾ ആൻസർ 5. അപ്പോൾ ഹോക്കി ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം 50, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം 55, ഹോക്കിയെക്കാട്ടിലും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഈക്വൽ 55 മൈനസ് 50. അപ്പോൾ 5 കുട്ടികൾക്കാണ് ക്രിക്കറ്റ് കൂടുതൽ ഇഷ്ടം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.